വെൽക്കം ബാക്ക്. ബണ്ണും ചിക്കനും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ്. ഇത് ഉണ്ടാക്കാനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ടൈമും കുറച്ച് മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇത് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ പാനിൽ കിടന്ന് ഇതിന്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇത് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ തിക്കായി കിട്ടും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഇത് കട്ടയില്ലാതെ തന്നെ ഇളക്കി കൊടുക്കണം. തിക്ക് കൂടിപ്പോയാൽ കുറച്ച് പാലൊഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കാം. പിന്നീട് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. 8 ബണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി വരയിട്ട് കൊടുക്കാം. ഇത് മുറിഞ്ഞു പോവാതെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് മയോണീസും കുറച്ച് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ശേഷം കട്ട് ചെയ്ത ബണ്ണിന്റെ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് ഇത് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാ ബന്നും ആക്കിയെടുക്കാം.
ഇനി ഇതിന് മുകളിലായി ഉണ്ടാക്കിയെടുത്ത ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായി കുറച്ച് സോസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കൂടി വെച്ച് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിന് മുകളിലായി വെച്ച് കൊടുക്കുന്നത് ചെഡാർ ചീസാണ്. ചെഡാർ ചീസിന്റെ പകരം മൊസറല്ല ചീസ് ആയാലും മതി. ഇതില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഓപ്ഷനിലാണ്. ചീസ് ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ചീസ് ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടതില്ല. ഇനി ഞാനിതൊരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുക്കുന്നതാണ്. ഓവനിൽ വെക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇഡലി തട്ടിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഈ ചീസ് ഒന്ന് മെൽട്ടായി വരാൻ മാത്രം, അധിക ടൈമൊന്നും വെക്കേണ്ടതില്ല. നല്ല ചൂടായ സ്റ്റീമറിൽ 1 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ആവി കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ 1 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ ചീസ് മെൽട്ടായി വരുന്നതാണ്. അപ്പോൾ ഇതാ ചിക്കൻ ചീസ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്